Hi guys, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വൈറ്റ് സോസ് പാസ്റ്റയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമ്മുടെ പാസ്ത ഒന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നേരം വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഈ പാസ്ത നമ്മളൊന്ന് നന്നായിട്ട് ഊറ്റിയെടുത്ത് ഈ പാസ്തേൻ്റെ വെള്ളം ഒന്ന് മാറ്റിയ ശേഷം നമ്മളൊരു പാനിലേക്ക് ഒരു അല്പം നെയ്യും ഒരു സ്പൂണ് എണ്ണയും പിന്നെ ഒരു കപ്പ് സവോളയും ഒരു കപ്പ് ക്യാരറ്റും പിന്നെ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കട്ട കിട്ടാണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാസ്തേൻ്റെ വെള്ളം കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നന്നായിട്ട് കുറുകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ ഒരു പാസ്തേൻ്റെ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ്സ് നേരം നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ചീസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഒരു ഡിഷാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.